ഹലോ, ഞാൻ സുനി സജി, ദേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ്, ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും 2022 അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വർഷമാകട്ടെ. ഇന്ന് ഇച്ചിരി ശബ്ദം കുറവാട്ടോ, അതങ്ങനെ പറ്റിപ്പോയി, ഒരു മഴ നനഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വചനം ഒന്ന് വായിക്കാവേ. സങ്കീർത്തനം 40:5. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എന്നെ കൂടാതെ വണ്ണം അധികമാകുന്നു. ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഈ ശബ്ദം തന്നപ്പോൾ ഈ ശബ്ദത്തിന് വല്ല വിലയുണ്ടായിരുന്നോ? അപ്പോൾ ഈ ശബ്ദം ഇച്ചിരി കുറഞ്ഞപ്പോൾ എന്തെല്ലാം അസ്വസ്ഥതകളാണ്. ദൈവം എന്തോരം അനുഗ്രഹിച്ചേക്കണേ. എന്നിട്ട് നമ്മൾ പൊറുപൊറുക്കും, അവർക്ക് അത് കൊടുത്തു, ഞാൻ എത്ര കാലമായി ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കണു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണു, ഇങ്ങനെ. ദൈവം തന്നേക്കണേ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആരോഗ്യം തന്നില്ലേ, കാലും കൈയും കണ്ണും ഇതൊക്കെ തന്നില്ലേ, ചില്ലറ കാര്യമാണോ? ഇപ്പം ശബ്ദത്തിനെ പറ്റി എത്രമാത്രം എനിക്ക് വിഷമമുണ്ട് ഇപ്പം വീഡിയോ ചെയ്യാൻ. യേശുബ്രാൻ എല്ലാം വിലയേറിയതായി തന്ന് സകല അനുഗ്രഹത്താലും നിറച്ചേക്കണതാ. നമ്മൾ ലോകമോഹങ്ങളുടെ പുറകെ പോയി അതൊക്കെ നശിപ്പിക്കണതാണ്. ഇപ്പം മഴ നനയേണ്ട കാര്യമുണ്ടോ? മഴക്കാലത്ത് കുടയെടുക്കണ്ടായിരുന്നോ? പെട്ടെന്ന് മഴ പെയ്ത് ഓടാൻ പറ്റുമോ ഈ പ്രായത്തിൽ? ആ മഴ നനയേണ്ട വന്നു, അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. കുട എപ്പോഴും അതിനൊക്കെ പരിഹാരം തന്നിട്ടുണ്ട്. കുടയൊക്കെ കരുതലുകൾ വേണം, ഒരു ഉത്തരവാദിത്ത ബോധം വേണം. ചുമ്മാ ബോധമില്ലാണ്ട് നടക്കുന്നത്. അപ്പം ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും. അല്ലാണ്ട് നമ്മളായിട്ടുണ്ടാക്കണതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ. ദൈവം നമുക്കെല്ലാം, നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം അനുഗ്രഹം കിട്ടിയാലും നമുക്ക് മതിയാവുമോ? എനിക്കെൻ്റെ 2 മക്കളും ലോകപ്രശസ്തരാകണമെന്ന് ആഗ്രഹം. അവർ ലോകപ്രശസ്തരായ അതിലും വലുത് പിന്നെയും ഞാൻ ആഗ്രഹിക്കും. ഇതിലും ദോഷികളായ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ പിതാവായ ഞാൻ എത്രയധികം എന്നാണ് ദൈവം ചോദിച്ചേക്കണേ. നമ്മളെ ഓരോരുത്തരെയും ദൈവം മകളെ മകനെ എന്ന് ഓമനപ്പേര് ചൊല്ലിയെ വിളിച്ചേക്കണേ. അതുപോലെ സ്നേഹിച്ച ഭൂമിയിട്ട് വിട്ടേക്കണമെന്ന് സകല അനുഗ്രഹത്താലുമാണ്. നമ്മളെ ക്രിസ്തു എന്ന മർമ്മം അറിയാണ്ട്, അനുഗ്രഹം അനുഭവിക്കാണ്ട് നമ്മളെന്ത് ചെയ്യും? അടുത്ത വചനോടെ ഒന്ന് വായിക്കാവേ. കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. എഫേസ്യർ 2:8-7. ഇപ്പം കൃപ എന്ന് പറഞ്ഞ സൗജന്യദാനം. ഈ യേശു എന്നൊന്ന് അറിയുക എന്നുള്ളതൊരു ഭാഗ്യമാട്ടോ. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ഇപ്പോഴും യേശു എന്നാന്ന് ശരിക്കും അറിയാൻ പാടില്ല. യേശു എന്ന മർമ്മം അറിയുന്നവൻ, അവൻ ലോകത്തിൽ അവനൊരു അത്ഭുതമായി മാറും. അതൊന്നും മനസ്സിലാക്കിയാൽ മതി. അതിലപ്പടി നിധിയുണ്ട്. അതിന് ജാതിയും അതൊന്നും മാറണ്ട. ലോകത്തിൻ്റെ ചരിത്ര പുരുഷനല്ലേ, ആ ക്രിസ്തുവിനെ ഒന്ന് പഠിക്കുക. എല്ലാ ബുദ്ധിമുട്ടും മാറും, ഭൂമിയിലെ എല്ലാ ബുദ്ധിമുട്ടും മാറും, നിത്യജീവൻ്റെ ഉടമയാകും. ഓ, എന്നാ സ്വർഗം! ആദ്യം ഇവിടെ ജീവിക്കട്ടെ, പിന്നെയല്ലേ സ്വർഗത്തിലെ കാര്യം. എപ്പോഴാണ് വിസ കിട്ടണേന്നൊന്നും അറിയാൻ പറ്റൂലല്ലോ, ഒന്നും പറയാൻ പറ്റൂല. എൻ്റെ ആഗ്രഹം 92 വയസ്സ് വരെയൊക്കെ ഇരിക്കണമെന്നാണ് ആഗ്രഹം. പ്രാർത്ഥിക്കാം ദീർഘായുസം, പൂർണ്ണ ആരോഗ്യത്തിലും 92 വയസ്സ് വരെ ഇരിക്കണം എന്നൊക്കെയാണ്. 92 കഴിയുമ്പോൾ പിന്നെ ഞാൻ നീട്ടി ചോദിക്കുമെന്ന് അറിയാൻ പാടില്ല, ഒരു പിടിയില്ല. മനുഷ്യനിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുമല്ലേ. പക്ഷെ സർവത്തിനും മതിയായവനാണ് യേശുബ്രാൻ. നമുക്ക് വിസ കിട്ടണ വഴിയെ പോകേണ്ടവർ. നമ്മൾ പരദേശികളാണ് ഇവിടെ. നമ്മുടെ വാസസ്ഥലം സ്വർഗമാണ്. ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിയിട്ട് തന്നെ നമ്മൾ തിരിച്ചു വന്നു. എന്ത് ദൈവം എന്ന് ചോദിക്കും. മരണം എടുക്കുമ്പോൾ അല്ല ദൈവത്തിൻ്റെ വിലയൊക്കെ ആൾക്കാരറിയും. അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ വലിയ പാട്ടൊക്കെ പാടി ആരോഗ്യത്തിൽ എല്ലാം പറയും. അപ്പോൾ നമ്മൾ അതൊന്നും വേണ്ട. നല്ല കാലത്ത് നല്ല ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ തേടുക. അപ്പം ദൈവത്തിൻ്റെ കൂടെ നടക്കുക, പറ്റിച്ചേർന്ന് നടക്കുക. യേശു ക്രിസ്തു സകലത്തിനും മതിയാവൻ. പറ്റിച്ചേർന്ന് നടക്കുമ്പോൾ ആ ക്രിസ്തുവിലേക്ക് നോക്കുന്നവൻ്റെ പുറകെ സർവ്വ നന്മയും പിമ്പടയാണ്. പിന്നെ വേറെ ഒന്നും നന്മ അന്വേഷിച്ച് പോകണ്ടെന്നേ. രഥത്തിൽ നന്മകളും സമ്മാനങ്ങളും പിമ്പടയാണ്. യേശു ക്രിസ്തുവിൻ്റെ പുറകെ ഓടിയാൽ മതി. അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അപ്പം സർവ്വ നന്മയും പിമ്പടയാന്നുള്ള വചനം അറിയാൻ പാടില്ലേ. എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. നമുക്ക് എന്നേലേ ക്രിസ്തുവിനെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്രിസ്തുവിൻ്റെ പുറകെ പോകാം. നമ്മൾ അല്ലേലും ഇല്ലേലും ക്രിസ്തു വർഷമാണ് ഫോളോ ചെയ്യണേ. പിന്നെ ക്രിസ്തുവിനെ അങ്ങ് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ യേശുബ്രാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ, ചുരിദാറിൻ്റെ വീഡിയോ അച്ഛനായിട്ട്
റീസ്റ്റോക്കാണ്. ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓർഗൻസ ചെക്ക് അടിപൊളി ഒരു മെറ്റീരിയലാണ്. അത് ടോൺ ടു ടോൺ ആണ്. ബോട്ടം മാത്രം ഈ വർക്കിൻ്റെ ഒരു വെറൈറ്റി. 1790 ഉള്ളൂ. നല്ല സെറ്റാണ്. ഫങ്ഷൻ വെയറും ഇതും. ഈ മെറ്റീരിയൽ നല്ല ഹാൻഡ് വർക്ക്. ഇതൊക്കെ പെട്ടെന്ന് തീരുവേ, പെട്ടെന്ന് തീരും. എന്നാ വെച്ചാൽ ഇപ്പം ഫോറിൻകാർ വന്ന സമയമായത് കാരണം എല്ലാവരും ഇങ്ങനെ സെറ്റുകൾ കുറേ എടുക്കുമ്പോൾ, നല്ല സെറ്റുകൾ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ സെറ്റ് ഇപ്പം ഭയങ്കര ഈ മെറ്റീരിയലേ ഇഷ്ടം. ഫീച്ചർ വർക്കിൻ്റെ കളറാട്ടോ ബോട്ടം. ഷോൾ കണ്ടോ, സൂപ്പർ ഷോളാട്ടോ. ഷോൾ ഇതേ ഫുൾ രണ്ട് വശവും ഇതേ കണ്ടോ, അടിപൊളി ഷോള്, അടിപൊളി ഷോള്, അടിപൊളി സെറ്റാട്ടോ. 1790 ഉള്ളൂ. ആശ ഗ്രാൻഡ് കളേഴ്സ്, ഇന്ന കളർന്നൊന്നും ഇല്ല. ഏത് കളർ ഇതിൽ അതിമനോഹര. നല്ല സെറ്റുകൾ, നല്ല വർക്കും. ഇനി അതിമനോഹരമായ ഒരു സെറ്റ്, വൈറ്റ് സെറ്റിൻ്റെ വൈറ്റ് സെറ്റ്, ചെക്ക് കോട്ട, സോഫ്റ്റ്. ഇതേ കണ്ടോ മെറ്റീരിയൽ കണ്ടോ, അതിൽ ക്രോസ് സ്റ്റിച്ചിൻ്റെ എംബ്രോയ്ഡറി, മിഷൻ എംബ്രോയ്ഡറിയാണ്, കമ്പ്യൂട്ടർ മിഷൻ എംബ്രോയ്ഡറിയാണ്. അതിമനോഹരമായ സെറ്റ്. ഇതിൻ്റെ ഷോള് കണ്ടോ കേട്ടോ, ഫുൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ തന്നെ, ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫുൾ വർക്കുള്ള അടിപൊളി. അടിപൊളി സെറ്റ്. എത്ര? 1699. നല്ല സെറ്റാണ്. വെള്ള എപ്പോൾ എവിടെ ഇട്ടാലും ഫാഷനാണ്. ഇതിൻ്റെ ഫാഷൻ ഔട്ടാവില്ല. ഞാൻ വെള്ള ഇട്ടാൽ പിറ്റേ ദിവസം ആശാവും കേട്ടോ. ഞാനത് കാരണം വെള്ള എടുക്കാത്ത. ചിലർ എപ്പോഴും വെള്ള ബെഡ്ഷീറ്റ്, വെള്ള നൈറ്റി, വെള്ളക്കാരൊത്തിരി പേരില്ല വെള്ള മാത്രം യൂസ് ചെയ്യണേ. ആണുങ്ങളൊക്കെ വെള്ള ഷർട്ട്. എനിക്ക് അത്ഭുതമാട്ടോ. എൻ്റെയും വെള്ള കിട്ടിയ പിറ്റേ ദിവസം ചുവപ്പ് പോലത്തെ കളറാവും, അതിൻ്റെ പിറ്റേ ദിവസം ആശായി മാറുന്നത്. അത്ര നല്ല ഡീസൻ്റ് ആണ് ഞാൻ. ഇത് നല്ല രസമില്ല ഇത് കാണാൻ. അടിപൊളി കോമ്പിനേഷനാണ്. ആ റോസാപ്പൂ ഇങ്ങനെ പൂത്തിരിക്കണു അല്ലേ, അതാണ് അതിൻ്റെ ഭംഗി. റോസാപ്പൂ പൂങ്കാവനം. 1690 ഉള്ളൂ. നല്ല സെറ്റുകളാണ്, അടിപൊളി സെറ്റാണ്. അതെ, ഷെയർ ചെയ്യാൻ ആരും ഒന്നും മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ സമ്മാനവും കിട്ടും. യേശുബ്രാൻ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ ബ്ലൂ എൻ്റെ ഫേവറേറ്റ് കളറ്. പീച്ച്, റെഡ് കൂടിയ പീച്ച്, ചാമ്പങ്ങ, റാണി പിങ്ക് പോലത്തെ കളർ. ഷോളൊക്കെ അതിമനോഹരാട്ടോ. ഷോളൊക്കെ സോഫ്റ്റ് ആട്ടോ. ടോപ്പിൻ്റെ തുണി സോഫ്റ്റാ, ഷോള് ഫുള്ളി വർക്കാണ്. എന്ത് ഗ്രാൻഡാല്ലേ, സൂപ്പർ സംഭവം. അപ്പടി അടിപൊളി സെറ്റുകളാണ്. ഇത് കണ്ടോ, ജോർജറ്റിലൊരു പുതിയ വെറൈറ്റി. യോക്ക് മാത്രം ഇങ്ങനൊരു വെറൈറ്റിക്ക് ഒരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ പ്രിന്റിൻ്റെ ഷോള്. ബോട്ട് റേറ്റ് 1390 ഉള്ളൂ. നല്ല രസമില്ലേ. ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ, 47, 48 കിട്ടും. ഇതിൻ്റെ മേലോട്ട്
നല്ല സെറ്റല്ലേ? ഇതിൻ്റെ ഒരു സെറ്റ് കുറച്ച് ഓർഡർ കൊടുക്കാം അല്ലേ? ഓർഡർ എടുക്കാൻ ഓർഡർ കൊടുക്കാം. അടിപൊളി സെറ്റല്ലേ? ഇതിനെത്രയായിരുന്നു? 1390 ഉള്ളൂ. പീച്ച് നല്ല ഗ്രാൻഡ് സെറ്റാണ്. ഷോള് നല്ല ഫ്ലോറൽ പ്രിന്റിൻ്റെ ഷോള്, ജോർജറ്റ് വെറൈറ്റിയാണ്. ഗ്രീൻ യേശുവിൻ്റെ കൃപയാൽ നൂറ് വെറൈറ്റി സെറ്റാണ് കിട്ടിയേക്കണം. സൂപ്പർ സെറ്റുകളാണ്. $1390. ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ ബോട്ടം. 1390. ബ്രിക്ക് റെഡ് പോലത്തെ നല്ല പേസ്റ്റ് ചാട്ട. യെല്ലോ ഇതിനൊക്കെ അടിയായിരിക്കും. ഇതെല്ലാം പുതിയ കെട്ടായത് കാരണം അധികം വരുത്തിയിട്ടുമില്ല. ഡിമാൻഡ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെ കുറേ വരുത്തണത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല ഗ്രീൻ, ഐശ്വര്യമുള്ള ഗ്രീൻ. 1390. ഇനി നോയാ കോട്ടയുടെ റീസ്റ്റോക്ക് ആട്ടോ. ഇതിന് 44-45 ചാട്ടം ഇറക്കം കിട്ടുള്ളൂ. അടിയൊക്കെ മടക്കി അടിച്ചേക്കണേ, അങ്ങനെ നഷ്ടമൊന്നും വരില്ല. ഷോള് 1 സൈഡ് ഷോളാട്ടോ. ബോട്ടം നല്ല വില കൂടിയ കോട്ടൺ. വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ ഇത് തന്നെ ലൈനിങ് ഇട്ടാൽ മതിയേ. റേറ്റ് എത്ര? 1299 ഉള്ളൂ. ഇത് ഭയങ്കര രസമായി. ഈ വിലയ്ക്ക് പെട്ടെന്ന് തീരും. 1299. നല്ല സെറ്റാണ്. ഫാഷനും പോകില്ല, നമുക്ക് വെയിറ്റും ഇല്ല. നല്ല ഇട്ടാലും നല്ല ഭംഗി. 1299. മെറ്റീരിയലും നോയാക്കോട്ടയാട്ടോ. നോയാ സിൽക്ക് നോയാക്കോട്ട ഇങ്ങനെയാ. ഇത് കാണുമ്പോൾ അയ്യോ ഈ സ്റ്റഫ് ഇങ്ങനെയാലോ, ഈ സ്റ്റഫ് ഇവിടെ എംബ്രോയ്ഡറി അടിച്ചേക്കണേ, ഈ സ്റ്റഫ് ഇങ്ങനെയാ, ഇത് ഒന്നുമില്ല കേട്ടോ. എൻ്റെ അഭിപ്രായം ബോട്ടം എടുത്ത് ലൈനിങ് ഇട്ടിട്ട് വൈറ്റ് പാൻ്റ് ഉണ്ടല്ലോ, അപ്പം പിന്നെ അങ്ങനെ ലൈനിങ്ങും എടുക്കണ്ട. നല്ല കോട്ടൺ പാൻറ്റാ, കോട്ടൺ തുണി. ഇതങ്ങ് ലൈനിങ് ഇട്ടാൽ മതി. വൈറ്റ് പെൻസിൽ പാൻറ്റും ഇട്ടാൽ മതി. ലൈനിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇതൊക്കെ ഡൈ ചെയ്ത കളറാ. കറക്റ്റ് ആ കളർ കിട്ടാനേ. ഇനി അടിപൊളി ഒരു വെറൈറ്റി സെറ്റ്. അടിപൊളി സെറ്റാട്ടോ. കഴിഞ്ഞ തവണ ഇതിൻ്റെ ഡാർക്ക് ചാർട്ട് ഇട്ടേ, ഒരൊറ്റ പീസില്ല. ബാക്കി ടോൺ ടു ടോൺ ആട്ടോ ബോട്ട ചെയ്തേ. ടോൺ ടു ടോൺ. ഫ്ലോറൽ പ്രിന്റിൻ്റെ ഷോള്. ഇപ്പോൾ ഫ്ലോറൽ പ്രിന്റിൻ്റെ ഷോള് ഭയങ്കര ട്രെൻഡാണ്. എത്ര? 1699. നല്ല സെറ്റാ. ഷോളൊക്കെ കണ്ടല്ലോ അല്ലേ? സൂപ്പർ ഷോള്. ഓർഗൻസേല് നല്ല ഷോള് തന്നെ 10-700 രൂപയുടെ ഉണ്ട്. ടോക്കിൽ ഇങ്ങനെ ബോസ് വർക്ക്. ടോൺ ടു ടോൺ സിൽക്ക്. സോഫ്റ്റ് മോസ് സിൽക്കാണ്. അടിപൊളി സെറ്റാണ്. 1699. ഗ്രീൻ സൂപ്പറാണ്, സൂപ്പറാണ്. യെല്ലോ കേക്കാവോ? ഓ ശബ്ദത്തിൻ്റെ ഒക്കെ വില. ഇന്ന് പോയൊരു ഇഞ്ചക്ഷൻ എടുക്കണം.
എന്തോരം എൻ്റെ ചെറുപ്പം ഇവിടെ മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ ഡോസ് കുറഞ്ഞാൽ കുടിക്കുള്ളൂ. ഉള്ള എല്ലാവരും പറഞ്ഞ എല്ലാ മരുന്നും കഴിച്ചു, എന്നിട്ട് കുറേ ഉള്ള ഒന്ന് പോയി ഇഞ്ചക്ഷൻ എടുക്കണം. അടിപൊളി കേട്ടോ അത്. ഇനി ചുങ്കടി, അടിപൊളി ചുങ്കടി. ഇത് താഴെ വേണമെങ്കിൽ താഴെ വരുത്താം. നമുക്ക് ലെങ്ത് ഇങ്ങനെയാക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇവിടുത്തെ ഒരു പീസ് എടുത്ത് നീളം കിട്ടില്ലെങ്കിൽ യോക്കി വെച്ച് കൊടുത്താൽ മതി, ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഷോൾഡറിലേ ഇത്രയും ലെങ്ത് കിട്ടുള്ളൂ. നല്ല സെറ്റാ. ഷോളൊക്കെ നീണ്ടു വന്നോളൂ കേട്ടോ. ബോട്ടം ടോപ്പിൻ്റെ എത്രയുണ്ട്, വേണമെങ്കിൽ ഒരു ടോപ്പ് കൂടി അടിക്കാം. എത്ര? 699 ഉള്ളൂ. ഈ വിലയുള്ളൂ. സൂപ്പർ സംഭവം, അടിപൊളി സെറ്റ്. അപ്പം നീളം ഇത്രയേ ഉള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞ് നീളം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീളം ഒരു 43 ഒക്കെ തയ്ക്കുമ്പോൾ കിട്ടുള്ളായിരിക്കും. 44 കഷ്ടി, 47, 48 പറയുമ്പോൾ ഇവിടെ ഒരു പീസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചാൽ മതി. അപ്പോൾ എത്രയും കിട്ടും. 699 രൂപയേ ഉള്ളൂ എന്ന് ഓർക്കണം. അടിപൊളി കളേഴ്സാട്ടോ, സൂപ്പർ സംഭവം. വൈറ്റ് ഒരു ബോട്ടം പെൻസിൽ പാൻറ് ഇട്ടാൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് തന്നെ പാൻറ് തയ്ച്ചു. അത്രയും വിലയല്ലേ ഉള്ളൂ. 699 ഉള്ളൂ. അടിപൊളി സെറ്റ്. റീസ്റ്റോക്കാട്ടോ. ഇതൊക്കെ അപ്പം തന്നെ തീരും. വെബ്സൈറ്റിൽ അപ്പം തന്നെ ഇങ്ങനത്തെ സെറ്റുകൾ പെട്ടെന്ന് തീരും. വെബ്സൈറ്റിൽ കൂടെ എടുക്കുന്നവർ വെബ്സൈറ്റിൽ കൂടെ എടുക്കുക. അല്ലാണ്ട് 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. അവർ വാട്സപ്പ് കോൾ വിളിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാണ്ട് ലാൻഡ് ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 0485283731. അത് കാണാണ്ട് പഠിച്ചു. അതിൻ്റെ ഗമയെ പറഞ്ഞ കേട്ടോ. ദേ ബ്ലാക്കും ഓറഞ്ചും. ബേസ് ബ്ലാക്കാണ്. ഈ തുണിയിൽ ഇത്രയും കലാപരിപാടി ചെയ്തിട്ടുള്ള ഈ ചുങ്കിടിയെല്ലാം ഉണ്ടാക്കുമെന്ന് ഓർത്തുകയെ നമ്മുടെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ 699 വിലയുള്ളൂ. എത്ര പേരുടെ കൈ മറിഞ്ഞു തന്നെയാണ്. ഈ ചുങ്കിടി ചിലപ്പോൾ കെട്ടഴിക്കാണ്ട് വരും. ഇപ്പം വിടത്തി ഓരോ തുണി ഇങ്ങനെ കെട്ടി ഡൈ ചെയ്ത് ഉണ്ടാക്കണ സംഭവമാണ്. അപ്പം വലിച്ച് പിടിച്ച ഈ തുണിക്കേ കംപ്ലൈൻറ്റ് വരില്ല. ഒരു ഇതിനെ വലിച്ച് പിടിച്ച് കെട്ടി വലിഞ്ഞ് മുറുക്കി ഒക്കെ ഉണ്ടാക്കി എന്തെല്ലാം കടമ്പകൾ കടന്ന ഈ തുണി നമ്മുടെ അടുത്ത് എത്ര 699 ഉള്ളൂ. എന്നിട്ടൊന്നും ഓർക്കണം, ഇന്ത്യയുടെ അങ്ങ് ഉൾഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന സംഭവമാട്ടോ. ഉൾഗ്രാമം എന്ന് പറഞ്ഞാൽ അങ്ങ് ഉൾഗ്രാമത്തിൽ ഒരു വെറൈറ്റി പ്രിന്റഡ് സിൽക്ക് പോലെ തോന്നണല്ലേ. നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് സിൽക്കിൽ നല്ല മെറ്റീരിയൽ. ഷോളൊക്കെ അടിപൊളിയാണ്. ആ സൂപ്പറല്ലേ. ബോട്ട ഇത് എത്ര റേറ്റ്? 1499 ഉള്ളൂ. നല്ല സെറ്റാണ്. 1499. നല്ല കളറ്, നല്ല പ്രിന്റ്. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പുതിയ സെറ്റ് നമ്മൾ കാണിക്കാത്തതാണ്, പെട്ടെന്ന് തീരും. 1499. ബ്രൗൺ. നല്ല കളേഴ്സ്, നല്ല പ്രിന്റുകളും. ശരിക്കും പ്രിന്റ് സിൽക്കിൻ്റെ ചുരിദാർ എന്ന പോലെ ഇരിക്കും. പ്രിന്റ് സിൽക്കിൻ്റെ ചുരിദാറില്ലേ അതുപോലെ ഇരിക്കും.
റഫ്യൂസും കുഴപ്പമില്ല, ഫങ്ഷൻ വെയറിനും കുഴപ്പമില്ല. അധികം തിളക്കമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പ്രിൻ്റ് സിൽക്കിൻ്റെ ആളാണ് ഞാൻ, ഒറിജിനൽ ഇപ്പം കിട്ടാനില്ല. പിന്നെ റോ സിൽക്ക് വരുത്താം. പണ്ട് എനിക്ക് അപ്പടിയും പ്ലെയിൻ റോ സിൽക്കിൻ്റെ ടോപ്പുകളായിരുന്നു. നല്ല രസമാട്ടോ അത് ഇടുമ്പോൾ, നമുക്ക് അതിൽ നിന്നൊരു ഗ്ലോ മുഖത്തിനൊക്കെ വരും. അതിട്ടാൽ അങ്ങനത്തെ പ്ലെയിൻ സാരി റോ സിൽക്കിൻ്റെ എനിക്ക് കുറേ ഉണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഓർക്കിയതേ അത് കുറേ വരുത്തായിരുന്നു എന്ന്. വലിയ വിലയും വരില്ല, നല്ല സിൽക്ക് സാരി ഉടുത്താൽ എന്ത് ഭംഗിയാണ്. ഇനി അത് വരുത്തണം. പിന്നെ എത്രയായിരുന്നു? 1499 അല്ലേ? 1499 നല്ല രസമുണ്ട് കേട്ടോ. ഷോളൊക്കെ അത്യാവശ്യം നീളമുണ്ട്, കനമൊന്നുമില്ല, സോഫ്റ്റാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ചാട്ടാട്ടോ. ബോട്ടൊന്നുമില്ല. 1499. വെറൈറ്റിയാണ്. പീച്ച്, $1499. തുണിയാണെങ്കിലും ഫ്രണ്ടും ബാക്കും പ്രിന്റ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും പ്രിന്റ് ഉണ്ട്. നല്ല പേസ്റ്റ് കളർ, എന്തോ ഒരു കളേഴ്സാ. $1499. എത്ര മിനിറ്റായി നോക്കി? 22,000. ഇനി ഒരു യോക്കി വർക്കുള്ള സോഫ്റ്റ് സിൽക്കിൻ്റെ ഷോള് ഫുൾ വർക്കാട്ടോ. 1399 ഉള്ളൂ. വൈറ്റ് ബോട്ടം ഇട്ട ബോട്ടം കൊണ്ട് വേണമെങ്കിൽ ഒരു ടോപ്പ് അടിക്കാം കേട്ടോ. ഫോട്ടോ ഒത്തിരി ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ. ബോട്ട് ഓർഡിനറിയാണ്, 2 മീറ്റർ ഉള്ളൂ. 1399 ഉള്ളൂ. നല്ല കളർ പീച്ചാട്ടൊക്കെ ഇട്ട് യോക്കിലൊക്കെ നല്ല രസമുള്ള വർക്ക്. അതിൻ്റെ ഷോളിൻ്റെ വർക്കും നല്ല സൂപ്പർ വർക്ക്. നല്ല മഴയല്ലേ? നിങ്ങൾക്ക് അങ്ങോട്ട് മഴയുണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഉടനെ മാറുമായിരിക്കും. ദേശപ്പ ഓണമൊക്കെ അടിച്ചു പൊളിക്കാറില്ല. ഓണത്തിന് നേരത്തെ ഡ്രസ്സ് എടുത്തോ. ഓണത്തിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് കെട്ടുകൾ വന്നതാണ് ഇപ്പോൾ കാണിക്കണേ. ഓഗസ്റ്റ് ആകുമ്പോഴത്തേനും കെട്ടിൻ്റെ ഇത് പയ്യെ നിൽക്കും, പിന്നെ കിട്ടുമായിരിക്കും. പക്ഷേ ജൂലൈയിലാണ് ഏറ്റവും മനോഹരമായ കെട്ട് ഞങ്ങൾക്ക് കിട്ടണം. ഓഗസ്റ്റ് ആദ്യവും പകുതി വരെയൊക്കെ. ഓണം എടുക്കുമ്പോഴത്തേനും പിന്നെ ഉള്ളത് തന്നെ അവർ സ്റ്റോക്ക് തരുള്ളൂ കുറച്ച് കാലത്തേക്ക്. പിന്നെ ഓണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡ്രസ്സൊന്നുമില്ല. ഇവരെല്ലാവരും പർച്ചേസിങ്ങിന് പോകണല്ലാണ്ട് പുറത്ത് ഓണത്തിന് വലിയ നമുക്ക് കേരളത്തിലല്ലേ ഉള്ളൂ. ദീപാവലിക്കാണ് ഇന്ത്യ മുഴുവനും ആഘോഷം. 1399. നമുക്ക് ഓണം ഭയങ്കര ആഘോഷമല്ലേ. ഞാനെന്നും ഓണത്തിന് കടയിലാട്ടോ. കട തുടങ്ങിയ പിന്നെ ഓണവും ക്രിസ്മസും ഒക്കെ കടയിലാണ്. $1399. രസമല്ലേ? എന്നാ നല്ല കളേഴ്സും അല്ലേ? സൂപ്പറല്ലേ? അടിപൊളി. വിലയല്ലേ ഉള്ളൂ. ഫങ്ഷന് യൂസ് ചെയ്യാം, റഫ്യൂസ് ആയിട്ടൊക്കെ ചെയ്യാം. 1399 ഉള്ളൂ. $1399. ഇനി ബാത്തിക്കിൻ്റെ ടോൺ ടു ടോൺ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പം എന്നാ വെച്ചാൽ പല ഡിസൈനാണ് വന്നേക്കണേ. അപ്പോൾ നമുക്കിതിന് ഭയങ്കര ഡിമാൻഡാണ്.
എന്തോരം കൊണ്ടുവന്നാലും ഡിമാൻഡാണ്. പക്ഷേ ഇങ്ങനെ ഒരു കുറച്ച് നാളായിട്ട് ഇങ്ങനെ വന്ന് ആദ്യം എടുക്കാണ്ടിരുന്ന എല്ലാവരും ചോദിച്ച കാരണം ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല, കടയിൽ വെക്കാറുണ്ട്. അതൊക്കെ പെട്ടെന്ന് തീരുക. അപ്പോൾ ഞാനിപ്പോൾ പല ഡിസൈൻ കാണിക്കാം, പക്ഷേ എല്ലാം എടുത്തിട്ടില്ല. ഒരു സെറ്റ് ഇങ്ങനെ എടുത്തിട്ട് പല ഡിസൈൻ കാണിക്കാം കേട്ടോ. അതിൽ ഏതെങ്കിലും ഇതൊക്കെ ഡിസൈനൊക്കെ എടുക്കുക. ഈ ഡിസൈൻ മാത്രം കാണിച്ചാൽ മതി. 899 ഉള്ളൂ. ഈ വിലയ്ക്ക് ഇത് സൂപ്പറാണ്. പെട്ടെന്ന് ഫോട്ടോ എടുക്കുക. ഡിസൈനുകൾ മാത്രം കാണിച്ചാൽ മതി. എത്ര ഡിസൈൻ വന്നിട്ട് നമുക്ക് സങ്കടം തോന്നും. ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കേണ്ട എന്നാ ചെയ്യാനാ. പല ഏതെങ്കിലും ഡിസൈൻ എടുക്കുക. ഇത് കണ്ടിട്ട് എല്ലാം ഒരുപോലെയല്ലേ തോന്നണേ? വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് ബോധമില്ലാഞ്ഞിട്ടാണോ? 899 ഉള്ള ഒരു അസറ്റാട്ടോ. ഇനിയുണ്ടോ? 5 വെച്ച് 5 കളറാണ്. താവേ ഇനി പീച്ച്. $899. ഈ വിലയുള്ളൂ. ഇട്ടാലും ഭംഗിയാണ്. ടോൺ ടു ടോൺ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. 899. അതിൻ്റെ ചാടിപ്പോയിട്ടോ. അടുത്തത് ഗ്രീൻ ആട്ടോ വന്നേ. നല്ലൊരു ഗ്രീൻ. ഈ കളറൊന്നും കിട്ടാറില്ല. ഇതെപ്പം കാണിച്ച് തീരുമോ? എല്ലാ കളേഴ്സും കാണിക്കണ്ടെന്ന് വെച്ചാൽ അല്ലേ? 30 മിനിറ്റ് ആകുമ്പോൾ നിർത്താം. അടുത്ത ആഴ്ച കാണിക്കാം. 30 മിനിറ്റ് ആകുമ്പോൾ നിർത്താം. പിന്നത്തെ ആഴ്ച കാണിക്കാം. അടുത്ത വീഡിയോ കാണിക്കാം വേറെ കളേഴ്സ്. ഇത് കണ്ടല്ലോ ഗ്രീൻ. എത്ര? 27. 10 കളർ കാണും. 10ൻ്റെയും 10 ഐറ്റം 10 ഡിസൈന് വന്നെങ്കിലോ. അതൊക്കെയാണ് പ്രോബ്ലം. എല്ലാവരും ഇതിൽ കൂടെ മോച്ചേക്കടെ പോകുമ്പോൾ കടയിൽ കയറുന്നതിന് ഒത്തിരി താങ്ക്സ്. യേശുവിൻ്റെ കൃപയാൽ എല്ലാവരും ഇപ്പോൾ ലോകം മുഴുക്കനും നമ്മുടെ കടയിലുണ്ട്. ഇപ്പം അവധിയല്ലേ, അത് കാരണം വലിയ സന്തോഷം. ഓരോ ആൾക്കാരെ കാണാതെ ദൈവം കൃപയുള്ള ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനി എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും എൻ്റെ കടയിൽ അപ്പടി ക്രിസ്ത്യാനി തന്നെയാണ്. നേരെ തിരിച്ചാ. യേശുവിന് ഏറ്റവും സ്നേഹം ക്രിസ്ത്യാനിയൊക്കെ ഒന്നുമല്ല. ക്രിസ്ത്യാനിക്കൊന്നും വലിയ സ്നേഹമില്ലാന്ന് എനിക്ക് അവിടെ. എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമല്ലേ? യേശുവിനെ പോലെ ദൈവത്തിയിട്ട് വഴി കാണിക്കണേ ആരാ ഉള്ളത്? ഒരു മനുഷ്യനെ നിഷ്കളങ്കനും വിശുദ്ധനും ആക്കാനുള്ള വചനം പറഞ്ഞു തരാൻ വേറെ ആരുണ്ടായിട്ടുണ്ട്? നമ്മളെ യേശുപ്പൻ്റെ കൂടെ സ്വർഗത്തിലാക്കാൻ വഴി പറയാൻ നമുക്ക് വാസസ്ഥലം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ വേറെ ആരുണ്ട്? മരിച്ചു കഴിഞ്ഞും ജീവിതം ഉണ്ടെന്ന് ഓർക്കണവർക്ക് അർത്ഥം പറ്റുള്ളൂ. ജീവൻ, നിത്യജീവൻ്റെ ഉടമയാകാനും ഗ്രീൻ കാണിച്ചല്ലോ അല്ലേ? ഇനി ആഷിൻ്റെ വെറൈറ്റി 30 ആകുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഈ റോസ് കാണിക്കണ്ടേ? ഒരു റോസ് കാണിച്ചല്ലോ. 29. ആഷൊരു സ്റ്റാൻഡേർഡാട്ടോ. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ആഷൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവർ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ മജന്തേ നീലയൊക്കെ ഇടണ എനിക്കിഷ്ടം. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടം നീലയും മജന്തേ ഇടണയാണ്. മറ്റുള്ളവരൊക്കെ ആഷ് ഇടണ ഇഷ്ടം. ഇട്ടി വെട്ടി കളർ നീലയൊക്കെ ഇടണ ഇഷ്ടം. മഞ്ഞ കാണിച്ചല്ലോ നമ്മൾ ആദ്യം അല്ലേ? ഇല്ല, ഇത് എഴുതിയിട്ടൊന്നും ഇല്ല അല്ലേ? യെല്ലോയുടെ കാണിച്ചിട്ട് നിർത്താം. പിന്നെ എത്ര കളറും കാണിക്കാം? പിന്നെയുണ്ടല്ലേ?
യെല്ലോ. അടിപൊളി കളേഴ്സാട്ടോ, പെട്ടെന്ന് എടുത്തു. യെല്ലോയുടെ വേറെ പ്രിന്റ്. അപ്പം എല്ലാവരും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ ആരോഗ്യം ഒച്ചയൊക്കെ ശരിയാകാനും. യേശുവേ സ്തോത്രം.